മനോഹരമായിട്ടുള്ള കാഴ്ച ഉണ്ടെങ്കിൽ നീളത്തിൽ നീണ്ട് പരന്ന് കിടക്കുന്ന നമ്മളെ പാടം. ഇപ്പോൾ പാടങ്ങളൊക്കെ കുറഞ്ഞ് പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഭാഗം അത് കാളകൂട്ട് കണ്ടാട്ടോ. കാളകൂട്ട് കണ്ടം ഇടയ്ക്കിടയ്ക്ക് കാളകൂട്ട് മത്സരം നടക്കുന്ന ഒരു ഏരിയയാണിത്. അതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചാനലിൽ 1-2 വട്ടം ഇട്ടിട്ടുണ്ടോ സംശയമുണ്ട്, പക്ഷേ ആ കാളകൂട്ട് കണ്ടിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലിടാം. അതേപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പണ്ട് കാലത്ത് ഇവിടെ കൃഷിയൊക്കെ നനയ്ക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു തോടുണ്ട് ഓൾറെഡി. ആ തോടിന് ഇവരുണ്ടാക്കിയ വർഷങ്ങൾക്ക് മുൻപ്, ഒരുപാട് വർഷം, എനിക്ക് തോന്നുന്നത് ഒരു 70-80 വർഷത്തിൻ്റെ മുൻപ് ഉണ്ടാക്കിയ ഒരു കെട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ അണക്കെട്ട് എന്നൊക്കെ പറയില്ലേ, നല്ല അടിപൊളി കെട്ടാട്ടോ. അതായത് നല്ല ഭംഗിയിൽ വൃത്തിയിൽ കെട്ടിയിട്ടുള്ള ഒരു കെട്ട്. ഇന്ന് ഇങ്ങനെ കെട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ നമുക്കത് ആ പഴമ അത് ഇപ്പോഴും അതേപോലെ നിലനിന്ന് പോകുന്ന ഒരു കെട്ടാണ്. എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത്. അതായത് ഇത് കണ്ടെങ്കിൽ കരിങ്കല്ലിലെ അന്നത്തെ ഇതിൽ സിമൻറ്റ് കൊണ്ട് ഓരോ വരയും ലൈനൊക്കെ ഇട്ടിട്ടാണ് മൊത്തം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ 1, 2, 3, 4 കാലുകളാണ് ഇതിന് മൊത്തത്തിലുള്ളത്. അതിൻ്റെ നമ്മുടെ ഡാം, അതായത് അടച്ചു വെക്കാനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ ചീപ്പിടാനുള്ള ഇടയാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് മരത്തിൻ്റെ ചീപ്പിട്ട് ഇത് അടയ്ക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അന്ന് ഇവിടെ ഇത്രയും ഏരിയയിൽ വെള്ളം, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് മണ്ണൊന്നും എടുക്കാത്തതുകൊണ്ട് ഫുള്ള് മണ്ണൊക്കെ നിറഞ്ഞ് ശരിക്കും തോട് ഏതാ ഭൂമി ഏതാണെന്ന് അറിയാത്ത അവസ്ഥയായിരിക്കുന്നു. ഇപ്പോൾ മണ്ണെടുക്കാൻ പാടില്ലല്ലോ, അങ്ങനത്തെ ഒരു സിസ്റ്റമല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് ഇത് നിറഞ്ഞു പോയി. അതായത് വെള്ളം കരകവിഞ്ഞ് ഒഴുകേണ്ട ഒരു കാലാവസ്ഥയിലേക്ക് മാറി ഇപ്പോൾ നമ്മുടെ ഭൂമീൻ്റെ അവസ്ഥ. ഇതൊരു നല്ല, അവിടെ ഒരു മോട്ടർ, അതായത് പമ്പ് സെറ്റ് വെച്ചിട്ട് അടിക്കുന്നൊരു സെറ്റപ്പ് ഉണ്ട്. എന്തായാലും ഈ ഒരു കെട്ട് കാണിക്കാനാണ് ഞാൻ കാര്യമായിട്ട് ഇന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഇതൊരു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ കെട്ടും നിർമ്മിതിയൊക്കെ വന്നിട്ടുള്ളത്. ആ കാണുന്ന കണ്ടില്ല നിങ്ങൾ, അതൊക്കെ അതിൻ്റെ തന്നെയാണ്. കരിങ്കല്ല് എനിക്ക് തോന്നുന്നു നല്ല ഒരു ചതുര പീസ് പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ള ചതുരത്തിലുള്ള കഷ്ണാക്കിയിട്ടാണ് അവരെടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീല് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം, നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.